വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അലോവേര ജെൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലിതാ ഇവിടെ ഇഷ്ടം പോലെ അലോവേര ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ, നട്ട് കൊടുത്ത് വളർത്തിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ ജെല്ലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്നുള്ള വലിയ തണ്ട് നോക്കി നമുക്ക് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കാം, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇന്നത് വെള്ളത്തിനകത്തിട്ട് വെക്കും. അതിനുശേഷം പിന്നീട് നാളെയാണ് നമ്മൾ അതിൽ നിന്ന് ജെല്ലുണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ എന്താ പറയുന്നത് ഹോം മെയ്ഡായിട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാം ബാ. അപ്പോൾ ഇവിടെ ഇതാ വലിയ തണ്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇതിലൊരു യെല്ലോ ഇത് വരുന്നുണ്ട് കേട്ടോ, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെയാണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ചാരി വെച്ചാൽ മതി അതങ്ങ്. അപ്പോൾ നമുക്ക് ഒരു തണ്ടും കൂടെ കട്ട് ചെയ്യാമേ. നമ്മളിതാ 2 തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പലപ്പോഴായിട്ട് നട്ടെടുത്തിട്ടുള്ള, അതായത് ഒരു തണ്ടേ ഉള്ളായിരുന്നു. ആ ഒരു തണ്ടിൽ നിന്നാണ് നമ്മളിങ്ങനെ അത് കിളിക്കുന്ന അനുസരിച്ച് മാറ്റി 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 നട്ട് ഇത്രയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വെള്ളത്തിനകത്തിട്ട് ഇന്നിപ്പോൾ രാവിലെ ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്, വെള്ളത്തിനകത്തിട്ടതാണ്. അപ്പോഴത്തേക്ക് ആ ഒരു യെല്ലോ കളറൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുക്കത്തുള്ളേ. ഇനിയിപ്പോൾ ദാണ്ട ഞാനിവിടെ ഒരു കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാർച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ചെത്തി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചോ അതിൻ്റെ ആ ഒരു അതിനെ ജ്യൂസാക്കി നമുക്ക് എടുക്കാം. അതിൻ്റെ ആ സ്റ്റാർച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പേസ്റ്റല്ല, കുറച്ചുകൂടെ ജ്യൂസി ആക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം അരിച്ചെടുക്കാം. ഇത് നമ്മൾ അരച്ചെടുത്തതിനകത്ത് ആ ജാറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചത് കേട്ടോ, അതുകൂടെ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് അരിച്ചെടുക്കാവേ. അപ്പോൾ അതിനകത്തുള്ള അതിൻ്റെ ആ സത്തൊക്കെ ഇതിലേക്കങ്ങ് ഇറങ്ങും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇത് നല്ല ജ്യൂസാക്കിയ ശേഷം അതിൽ വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മളൊരു അരമണിക്കൂർ ഇങ്ങനെ വെക്കുക. അരമണിക്കൂർ വേണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സ്റ്റാർച്ച് അടിയിൽ വരുന്നത്, വെള്ളം മുകളിലായിട്ട് കിടക്കുന്നത് അറിയാൻ പറ്റും. അപ്പം നമുക്കിനി ഇത് അടച്ച് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്നു നോക്കുക, വന്നിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് ആ പഴയ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് വെച്ച ശേഷം വീണ്ടും അതിനെ നമ്മൾ അരിച്ചെടുക്കും. അതിൻ്റെ അടിയിലെ സ്റ്റാർച്ച് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് അലോവേരയുടെ ഈ ഉള്ളിലുള്ള ആ ജെല്ല് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കോ. അപ്പം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ ആ ഉള്ളിലെ ജെല്ലിനെ നമ്മൾ മിക്സിക്ക് അതിട്ട് നന്നായിട്ട് ജ്യൂസ് പോലെ അടിച്ചെടുക്കുക. ഒരു തരിയൊന്നും വരാത്ത രീതിയിൽ അടിച്ചെടുക്കുക.
അതിനുശേഷം നമ്മൾ അതിനെ അരിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് മറ്റേത് നമ്മൾ ആയി കഴിയുമ്പോൾ മാത്രം ഇത് എടുത്താൽ മതിയാവും കേട്ടോ. ഇത് രണ്ടും ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് നമ്മളിത് വെച്ചിട്ട്. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാമോ? ഇതാ ഇതിൻ്റെ അടിയിൽ ആ സ്റ്റാർച്ച് ഉണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഈ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇതാ അതിൻ്റെ അടിയിൽ തന്നെ സ്റ്റാർച്ച് നമുക്ക് കാണാം. കുറച്ച് വെള്ളം ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മതി. അപ്പോൾ ഇതും ഇനി ഒരു 20 മിനിറ്റും കൂടെ നമുക്ക് അങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ഇനിയിപ്പം നമ്മളിത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ചരുവത്തിനകത്ത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടില്ല കിഴങ്ങിൻ്റെ ഇതാ നന്നായിട്ട് ആ സ്റ്റാർച്ച് അടിയിൽ ഇതാ കാണാമോ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ആ സ്റ്റാർച്ച് മാത്രം എടുക്കാം. അപ്പോൾ വെള്ളം അവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ അതിൻ്റെ സ്റ്റാർച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് അലോവേറയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഈ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഞാൻ മുമ്പേ അരിച്ചെടുത്തിട്ടില്ലായിരുന്നു. അപ്പം അരിച്ചെടുത്ത ശേഷം അതിനെ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ വെള്ളം നന്നായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേറൊരു പാത്രത്തിനകത്തേക്ക് നമ്മുടെ ജെല്ലല്ല ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ അങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ടൊരു ഒട്ടലായി തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ സ്റ്റാർച്ച് ഒരു 2 സ്പൂൺ സ്റ്റാർച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഞാനതിനെ അതൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി അത് കട്ടി പിടിക്കാതിരിക്കണം. അപ്പോൾ കട്ടി പിടിക്കാതെ നമ്മൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കയറി അതങ്ങ് കട്ടി പിടിച്ചു പോകും. അപ്പോൾ നമ്മുടെ അലോവേര ജെല്ല് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട് കണ്ടോ. ഇത് കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോഴാണ് ഈ ഒരു രീതിയിലാവുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ ഇത് ചെയ്ത ശേഷം മാറ്റി വെച്ച ശേഷമാണ് ഇപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒരു ചെറിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-2.5 ആഴ്ച ഇതിരുന്നോളും. ഞാനിത് ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് തേച്ച് കാണിക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ അലോവേറ ജെല്ല് പോലെ തന്നെയുണ്ട്. അതുപോലെയുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ജെല്ലുകൾ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കയ്യിലാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ.